നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സെമി ടസറിൻ്റെ കുറച്ച് സാരികൾ, പിന്നെ സെമി മൊഡാളിൻ്റെ സാരികൾ, ഇതിനകത്ത് കുറച്ച് റീസ്റ്റോക്ക് സാരി ഉണ്ട് കേട്ടോ. അതായത് ഒത്തിരി ആൾക്കാർ ആവശ്യപ്പെട്ടിട്ട് അന്ന് കിട്ടാതെ പോയതാണ്, അത് റീസ്റ്റോക്ക് കൊണ്ടുവന്നു. അത് കാണിക്കാം. അന്ന് കണ്ട എല്ലാ കളേഴ്സും വന്നിട്ടുണ്ടോ എന്നറിയത്തില്ല. ഇത് നമ്മുടെ സെമി ടസർ, നല്ല ഡാർക്ക് മെറൂൺ കളറാണ്. ഇങ്ങനൊരു ഡിസൈൻ, അതിൻ്റെ കൂടെ ഒരു സിൽവർ വീവിങ് പോകുന്നുണ്ട് ബോഡിക്ക്. കാണാൻ പറ്റുമോ? ബോഡിക്ക് ഒരു സിൽവർ വീവിങ് പോകുന്നുണ്ട്. ഇങ്ങനെ ഒരു സംഭവമുണ്ട്. മുന്താണി ഇങ്ങനെ നല്ല സുഖമാണ് എടുക്കാൻ. ടസർ സാരിയുടെ എല്ലാ അസല് ടസർ സാരിയുടെ നല്ല ഫീല് കിട്ടും. എന്നാ പറയുന്നത്, ടസറിൻ്റെ പ്യുവർ ടസറിൻ്റെ സാരിയുടെ ബ്ലൗസ് അത് തന്നെയാണ് കേട്ടോ. സെൽഫ് ഡിസൈൻ, സെൽഫ് തന്നെയാണ് ബ്ലൗസ്. ആണല്ലോ അല്ലേ? അങ്ങനെ ആയിരിക്കുമോ? ഒന്ന് നോക്കിക്കോട്ടെ. ബ്ലൗസ് അത് തന്നെയാണ്, സെൽഫ് തന്നെയാണ്. വൈറ്റ് കളറോ ഒക്കെ, ഓഫ് വൈറ്റ് കളറോ ഒക്കെ ബ്ലൗസ് ഇടുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. നല്ല സുഖമാണ്. പിന്നെ ഒറിജിനലുമായിട്ട് നല്ല താതാമ്യമുണ്ട്, കാരണം പ്യുവർ ടസറുമായിട്ട് വില വെച്ച് നോക്കുമ്പം വൻ നേട്ടം. മറ്റേത് 5000-6000 രൂപ കൊടുക്കുന്നിടത്ത് ഇത് അതിൻ്റെ വില പറഞ്ഞില്ലല്ലോ. അടുത്തത് വേറൊരു ഡിസൈൻ. ഇത് ഫുള്ള് ഇന്നത്തെ ആദ്യത്തെ മുഴുവൻ സെമി ടസറാ. പല ടൈപ്പ് കാണിക്കുന്ന കേട്ടോ, പല ടൈപ്പ്. ഇത് വിലയൊക്കെ ഇതിൻ്റെ എവിടെ അടിച്ചിട്ടിരിക്കുന്നത് കാണുന്നില്ലല്ലോ ഒരിടത്തും വില. ഉണ്ടോ? വില കണ്ടായിരുന്നോ? ബ്ലാക്ക് ഷെയ്ഡ് ഉണ്ടോ? ഇങ്ങനെ ഒരു ബാട്ടിക് പ്രിന്റ് വരുന്ന ബ്ലാക്ക് ഷെയ്ഡ്. ഇതാ വില കിടക്കുന്നത്. വെറും 850 രൂപ. പക്ഷെ നല്ല ടസറിൻ്റെ ആ ഒരു പടുപടുപ്പ് പോലെ ഇങ്ങനെ തൊടുമ്പോൾ ഉണ്ട്. പക്ഷെ നമുക്ക് ശരീരത്തിന് നല്ല സുഖമാണ്, ഒട്ടും ചൂടെടുക്കത്തില്ല. ഇങ്ങനെ ഒരു ചെറിയ ഗോൾഡൻ സെറി, ഇങ്ങനെ ബാട്ടിക് പ്രിന്റ്, മുന്താണി വന്നിട്ട് ഇങ്ങനെ. ബ്ലൗസ് പ്ലെയിൻ, ബോഡിയിൽ ഡിസൈനുണ്ട്. ബ്ലൗസേ വരുമ്പോൾ പ്ലെയിൻ, അത് സെയിം ആണ്. ബ്ലൗസേ വരുമ്പോൾ പ്ലെയിൻ, ബോഡിയിൽ ഇങ്ങനെ ബാട്ടിക് പ്രിന്റ്. ഇതിൻ്റെ എല്ലാം ഒത്തിരി കളറുകളുണ്ടായിരുന്നു വന്നത് ആദ്യത്തെ പ്രാവശ്യം വന്ന്. പിന്നെ നമ്മൾ റീസ്റ്റോക്ക് ആവശ്യപ്പെടുമ്പം അത്രയും കളറുകൾ ചിലപ്പം കാണത്തില്ല. അവരുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളതനുസരിച്ച് ഇങ്ങോട്ട് വരുള്ളൂ. ഈ സാരിയൊക്കെ എന്തോരം ഡിമാൻഡ് വന്ന സാരിയാണ്. വില എവിടെയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പറയണേ. ഒരു മെറൂൺ, റെഡിഷ് മെറൂൺ ബോർഡർ. ഇവിടെ ഒരു ക്രീമൊന്നും അല്ല, വൈറ്റ് ഒന്നും പറയില്ല. ഇതിപ്പോൾ ഇവിടെ ബോർഡർ, ഇത് ശരിക്കും ക്രീമാണ് ഇതിൻ്റെ ബേസ്. എന്നിട്ട് ഈ ബോർഡർ വരുന്നതുമായിട്ടൊരു മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഡൈയിങ്. പക്ഷേ ലൈറ്റ് ഷെയ്ഡും ഡാർക്ക് ഷെയ്ഡും, ഇവിടെ ലൈറ്റ് ഇവിടെ ഡാർക്ക്. മുന്താണി വന്നിട്ട് ഇങ്ങനെ 1120 രൂപ. കണ്ടോ? ഇതാണ് ബ്ലൗസ്. ബ്ലൗസ് വരുമ്പോൾ പ്ലെയിൻ വരും. ആ ടസറിൻ്റെ അതേ ഒരു സ്റ്റഫ് കിട്ടുന്നത് കണ്ടോ? ഇങ്ങനത്തെ സാരി ഇഷ്ടം പോലെ ആൾക്കാർ വാങ്ങിച്ച. ഇതിൻ്റെ ഒരു മെറൂണും കൂടി ഉണ്ടല്ലോ. ഇതിൻ്റെ മെറൂണുണ്ട്. അല്ല, ഇത് തന്നെ മെറൂണുണ്ട്. അതെ, അവിടെ നോക്കി. ഞാൻ കണ്ടതായി കുറച്ച് മുന്നേ, ഞാൻ ഇങ്ങോട്ട് പോകുന്നപ്പോൾ കണ്ടതാണ്. അതേ ഇടയ്ക്ക് കയറിയിരിക്കുന്ന മെറൂണും മഞ്ഞതാ കണ്ടോ? ഇത് ഈ ഇങ്ങേ അറ്റത്തെ ഇതും അതും അതിൻ്റെ തന്നെ. ഇപ്പം നമ്മളാ കണ്ടില്ലേ, അതിൻ്റെ മെറൂൺ അല്ല കേട്ടോ, ഞാൻ പറഞ്ഞതിനകത്ത് തെറ്റിപ്പോയതാ. മുന്തിരി ഷെയ്ഡ്, ഡാർക്ക് പർപ്പിൾ. ഞാൻ നല്ല സാരി അല്ലേ? ഇതൊക്കെ അന്നെന്തോരം പേര് ചോദിച്ചതാണ്. ഇതിൻ്റെ ചില ഷെയ്ഡ്സിന് ഡിമാൻഡ് ഭയങ്കര കൂടുതലായിരുന്നു.
അത് ഈ വീഡിയോ 7 മണിക്ക് കയറുമ്പം അന്നേരം കഴിഞ്ഞിട്ട് 2 ദിവസമൊക്കെ കഴിഞ്ഞ് ചോദിക്കുമ്പോഴാണ് ഈ ഇല്ലാതായി പോകുന്നു. അല്ല ഒരു പിറ്റേ ദിവസമൊക്കെ ആയി കഴിയുമ്പോഴേ ഇല്ലാതായി പോകും. എന്നാൽ ആദ്യം നല്ല കളറുകൾ നോക്കി എല്ലാവരും അങ്ങ് എടുക്കുമല്ലോ. ഇത് കണ്ടോ, അത് തന്നെ. ഇതിപ്പം ഇവിടെ ആ ഒരു ലൈറ്റ് ക്രീം ഷെയ്ഡെന്ന് പറയാം അല്ലേ, ക്രീം ഷെയ്ഡോ അല്ലെങ്കിൽ ചന്ദന കളറല്ല, ക്രീം ഷെയ്ഡ്. എന്നിട്ട് ഇവിടെ വരുമ്പോൾ ഡാർക്ക് ബാട്ടിക് പ്രിൻറ്റ് വന്നിട്ട് ഡാർക്ക് മുന്തിരിയുടെ ഷെയ്ഡ്, മുന്താണി വന്നിട്ട് ഇങ്ങനെ. നല്ല സാരിയല്ലേ, ഒത്തിരി കളറുകൾ ഇതിനുണ്ടായിരുന്നു. 6 കളറും കണ്ട് വന്നതാണ്. ഇത് വരും ബ്ലൗസ്. ആ ഒരു എനിക്കതിനകത്ത് ഭയങ്കര എനിക്കൊരു അട്രാക്ഷൻ തോന്നി ഇതിൻ്റെ ആ സ്റ്റഫാണ്. തനി ടസറിൻ്റെ അതേ സ്റ്റഫ്. സാരി ഫോളും കൂടെ വെച്ച് അങ്ങോട്ട് ഉടുക്കുവാണെങ്കിൽ ഞാനിപ്പോൾ മുമ്പേ പറഞ്ഞില്ലേ ആ വില തന്നെ. ആ മെറൂൺ യെല്ലോ ഇല്ലേ, ഒന്നുകൂടെ പറയണോ? ഒന്നുകൂടെ പറയുകയാണെങ്കിൽ 1120. ആ യെല്ലോ കൂടെ താ. നല്ല പ്രസരിപ്പിൻ്റെ മഞ്ഞ ഉണ്ടാവും. നല്ല മുഖത്തേക്ക് നല്ല വെട്ടമടിക്കും, നമുക്ക് കളർ കൂടുതൽ തോന്നിക്കും. ഈ ഒരു ക്രീം ഷെയ്ഡ് ഇവിടെ വന്നിട്ട് മസ്റ്റാർഡ് യെല്ലോ അല്ല, മാമ്പഴം മഞ്ഞ അല്ലേ, മാമ്പഴം മഞ്ഞ. എന്നെയും കേട്ടിട്ടാണോ ഈ തലയാട്ടുന്നതെന്ന് എനിക്കറിയത്തില്ല. ചുമ്മാ ഞാൻ എന്നാ പറഞ്ഞാലും ഇങ്ങനെ നാടുന്നുണ്ട്. എല്ലാ കൂട്ടയാട്ടവാ. ഇത് കണ്ടോ ബ്ലൗസ്. ഇവിടെയോട്ട് ലൈറ്റ്, ഇവിടെയോട്ട് ഡാർക്ക്, ഇവിടെയോട്ട് വരുമ്പോഴും ഡാർക്ക്. അതാണ് അതിൻ്റെ ബ്യൂട്ടി. പിന്നെ അടുത്ത വേറൊരു ടസറിൻ്റെ മയവ. ഇപ്പം എല്ലാവർക്കും ടസർ മതി. കാരണം ഫങ്ഷനൊക്കെ പോണേലും എല്ലാവരും വന്നിട്ട് സെമി ടസറാണ് ചോദിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു എന്നാ പറയുക, നമ്മുടെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഫങ്ഷൻ അല്ലെങ്കിൽ പോലും പോകാറൊക്കെ ആകുമ്പോഴത്തേനും ഒരു പരിപാടിക്ക് ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇതാണ് അല്ലേ, പുതിയത് വേണമെന്നൊരു തോന്നൽ. അങ്ങനെ വരുമ്പോൾ എല്ലാവരും, കാരണം ഒത്തിരി പൈസ എന്നിട്ട് മുടക്കേണ്ട ആവശ്യമില്ല, മുടക്കാൻ കഴിയത്തുമില്ല, മുടക്കേണ്ട ആവശ്യവുമില്ല. കാരണം നമ്മൾ എത്ര പ്രാവശ്യം കൊടുക്കും. പക്ഷേ ഇതൊക്കെ എടുത്ത് വെച്ച് നമുക്ക് പിന്നെയും കൊടുക്കാം. ഒന്ന് പള്ളിയിൽ പോകുമ്പോഴോ ഒന്ന് പുറത്ത് പോകുമ്പോഴോ ഫംഗ്ഷൻ ആണെങ്കിലും കൊടുക്കാം, അങ്ങനെ കൊടുക്കാം. അല്ലാതെ അമ്പലത്തിൽ പോകുമ്പോഴോ അങ്ങനെ ചെറിയ കാര്യങ്ങൾക്കെല്ലാം കൊടുക്കാം. നമുക്കങ്ങ് ഉപേക്ഷിച്ച് വലിയ ഫംഗ്ഷൻ, റേറ്റ് കൂടിയ ഫംഗ്ഷൻ വേറെ സാരി നമ്മൾ ഉടുത്തോണ്ട് പോകുന്ന എല്ലാ വേദികളിലും നമ്മളങ്ങനെ ഉടുത്തോണ്ട് പോകത്തില്ലല്ലോ. നിങ്ങൾക്കാർക്കും അറിയത്തില്ലാത്ത കാര്യമെന്ന് തോന്നുന്നു പറഞ്ഞിട്ട് കേട്ടല്ലേ. അത് പ്രൊഫഷണൽസിന് എല്ലാവർക്കും പറ്റുന്ന സാരിയാണ്. പിന്നെ ഇതിപ്പോൾ വന്നിട്ട് സഫയർ ഗ്രീൻ, ഇങ്ങനെ ഒരു ഡിസൈൻ. ബോഡിക്ക് സെൽഫ് പ്രിൻ്റ് ഉണ്ട്. ആ ടസറിൻ്റെ വീവിങ് നല്ല ടസറിൻ്റെ ആ ഒരു ടെക്സ്ചർ ഒന്നാന്തരമായിട്ട് കിട്ടുന്നുണ്ട്. മുന്താണി വന്നിട്ട് ഇങ്ങനെ സിമ്പിൾ സാരിയാണ്, നല്ലൊരു എലഗൻറ്റ് ലുക്കും ഉണ്ട്. ബ്ലൗസ് വന്നിട്ട് ബ്ലൗസ് പ്രിൻ്റഡ് അല്ല കേട്ടോ, വേറൊരു വ്യത്യാസം വന്നേ. ബ്ലൗസ് പ്രിൻ്റഡാണ്, ബോഡി പ്ലെയിന്, എന്നിട്ട് ഇങ്ങനെ ഒരു വര മാത്രം, ബോഡിയെ കൂടെ സെൽഫ് ഡിസൈന്, മുന്താണി ഇത്, ബ്ലൗസ് ഇത്. എന്നിട്ടൊരു വെള്ള മുത്തുമാലയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല, എനിക്ക് ചില പ്രൊഫസർമാരെയും ഡോക്ടർമാരെയും ഒക്കെ ഓർമ്മ വരും, നമ്മൾ സ്ഥിരം കാണുന്നത്. അവരുടെയൊക്കെ ഒരു അതും ടസറല്ലേ, അത് കഴിഞ്ഞിട്ട് മതി. ഇപ്പം എത്രയാണോ അന്നേരം ഇതും കൂടെ കൂടും 10 നിർത്തണം, നിർബന്ധമോ? സെമി മോഡാൾ റീസ്റ്റോക്ക് കേട്ടോ. ഈ ഒരു സാധനം ഒത്തിരി പേർക്ക് ഇഷ്ടം എന്നാണെന്നറിയോ? ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും സുഖമാണ്. കാലാവസ്ഥയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ചുമ്മാ സാരിയല്ല, മൊഡാളാണ്, സെമി മൊഡാളാണ്. കല്യാണമൊക്കെ വന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനും ഒക്കെ വരുമ്പോൾ ഈ തലേദിവസം അന്വേഷിക്കാൻ പോകാതിരിക്കാൻ നേരത്തെ മേടിച്ച് ബ്ലൗസൊക്കെ തയ്ച്ച് വെക്കണം. തലേദിവസം ചെന്ന് ഒരാഴ്ച മുന്നേ തയ്ക്കാൻ കൊടുത്തിട്ട് തിരക്കായി കഴിയുമ്പോൾ തയ്യക്കാരോട് പോയി നമ്മൾ വഴക്കുണ്ടാക്കും, അയ്യോ എൻ്റെ തയ്ച്ചു ഒത്തില്ലെന്ന് പറഞ്ഞാൽ തിരക്കിട്ട് തയ്ച്ചാൽ എന്തായാലും ഒക്കത്തില്ല. അപ്പോൾ നേരത്തെ എടുത്ത് വെച്ചിട്ട് നേരത്തെ തയ്ക്കാനൊക്കെ സാവകാശം കൊടുത്ത്, ഇനി എന്നിട്ട് അതെന്തെങ്കിലും ഓൾട്രേഷൻ ഉണ്ടെങ്കിൽ പിന്നെയും ചെയ്യിക്കാമല്ലോ, സഹിച്ചിട്ടുകൊണ്ട് പോകേണ്ട കാര്യമില്ലല്ലോ. എന്നാ കളറാണ് ഇത്? ഈ പൗഡർ ബ്ലൂ കളർ അല്ലേ ഇത്. ബോർഡർ നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ, നല്ല നീറ്റായിട്ടുള്ളൊരു ബോർഡർ. മുന്താണി വന്നിട്ട് ഇതിൻ്റെ ഏറ്റവും ഈ മൊഡാളിൻ്റെ ഏത് വന്നാലും അതിൻ്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത് മുന്താണിയാണ്. കണ്ടോ, നല്ല മുന്താണി അല്ലേ. ബ്ലൗസാണ് തപ്പുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇത് കാണിച്ചപ്പോൾ ബ്ലൗസ് വല്ലാത്തൊരു ഫോൾഡിങ്ങിലായിരുന്നു ഇരുന്നിരുന്നത്.
ഞാൻ വീഡിയോ കട്ട് ചെയ്യിച്ചിട്ടാണ് ബ്ലൗസ് തപ്പിയെടുത്തേ, ഓർക്കുന്നുണ്ടോ? ഒരു സൈസേ ഡാർക്ക് കാണുന്നുണ്ടോ അവിടെ നിന്ന് ബ്ലൗസ്? ഇത് തന്നെ, ഇതാ ബ്ലൗസ്. അത് തന്നെയാണ് ബ്ലൗസ്. ചെറിയ പ്രിൻറ്റ് വരും ബ്ലൗസിന് വരുമ്പോൾ. നല്ല ബ്ലാക്ക് കളർ, ഡീപ്പ് ബ്ലാക്ക് കളറുള്ള ബ്ലൗസ് ഉണ്ടെങ്കിൽ അത് ഇടുവാണേലും കുഴപ്പമില്ല കേട്ടോ. ഇത് സെയിം ഇട്ടാൽ കുഴപ്പമുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, സെയിം ആയതുകൊണ്ടേ, സെയിം ടു സെയിം ആയതുകൊണ്ടേ അതിൻ്റേതായത് ഇട്ടാൽ അതിനൊരു വേറൊരു ഭംഗി, വ്യത്യസ്തമാക്കി ഇടാം. അടുത്ത ഇത് ലൈറ്റ് ഗ്രേ ഷെയ്ഡ്, എന്നിട്ട് ബോഡിയെ കൂടെ കലങ്കാരി പ്രിൻ്റാണ്, ബോഡിയെ കൂടെ ഇച്ചിരി ഒരു ഡാർക്ക് ഷെയ്ഡ്, പീച്ചിൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡ് വരുന്ന ഡിസൈൻസ് പോകുന്നു. ബോർഡർ ഇങ്ങനെ, മുന്താണി ഇങ്ങനെ. ഇത് കലങ്കാരി പ്രിൻ്റ് വരുന്നത് കണ്ടോ? ബ്ലൗസ് ഇനും തപ്പിയെടുക്കുക പാടാണല്ലോ. ഇതിൻ്റെ ബ്ലൗസ് പ്ലെയിൻ വന്നിട്ട് മെറൂണ്, ഡാർക്ക് മെറൂൺ. ആ മുന്താണിയുടെ തുമ്പത്ത് വരുന്ന ഈ ഒരു സാധനമില്ലേ, ആ കളർ പ്ലെയിൻ വന്നിട്ട് സൈഡിൽ ഈ ഒരു സെൽഫ് പ്രിൻ്റ് ഉണ്ടോ? ഒരു സെൽഫ് പ്രിൻ്റ് ഉണ്ട്, വീഡിയോയിൽ കാണത്തില്ല, നേരെ നോക്കിയാൽ കാണാം. ഈ ഒരു ബോർഡർ ഞാൻ ഇച്ചിരി ലാഗ് ചെയ്താണ് വീഡിയോ എടുക്കുന്നത്, അവിടെ ഒന്ന് കട്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്താൽ മതി കേട്ടോ. ആൾക്കാരുടെ സമയത്തെ മാനിച്ചില്ല എന്ന് വേണ്ട. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാരി ഇതാ മോഡാളിൽ. അയ്യോ ഞാനങ്ങനെയൊന്നും പറഞ്ഞു, എൻ്റെ ഇഷ്ടമാണ് ഞാൻ പറഞ്ഞത്. ഇതില്ലേ കളർ പറയാനാണെങ്കിൽ നേവി ബ്ലൂ എന്ന് തോന്നും, പക്ഷേ നേവി ബ്ലൂവിൻ്റെ ടീൽ ബ്ലൂവിൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡാണ്, നല്ല എടുപ്പ് തോന്നുന്ന ഒരു കളറാണ്. ഇത് എന്നാന്ന് വെച്ചാൽ അങ്ങനെ ഒരു എടുപ്പല്ല, ഒരു ക്ലാസ് ലുക്കിൽ, ഒരു കുലീന ലുക്ക് എന്നൊക്കെ അങ്ങനത്തെ ഒരു സംഭവമാണ് ഇത്. ഉണ്ടോ? മുന്താണി വന്നിട്ട് പോച്ചമ്പള്ളി ഡിസൈൻ വരുന്ന മുന്താണി. ആ സ്റ്റഫാണ് ഏറ്റവും അതിൻ്റെ നല്ലത് കേട്ടോ. നല്ല ബോഡിക്ക് സ്റ്റഫ് നല്ലതാകും തോറും നമ്മൾ ഉടുത്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഗമാലിറ്റി എന്ന് പറയുന്ന സാധനം കൂടുമല്ലോ. അതാണല്ലോ വിലയുള്ള സാരിയുടെയും നമ്മളതിൻ്റെ കുറഞ്ഞ വിലയ്ക്ക് മേടിക്കുന്ന സാരിയും തമ്മിലുള്ള വ്യത്യാസം. എന്നുകൊണ്ട് വില കുറഞ്ഞ സാരിയെല്ലാം ആൾക്കാർ ഞാൻ ഒരിക്കലും അവകാശപ്പെടുന്നില്ല. ഞാൻ പ്രത്യേകിച്ചും ഈ സെയിൽ തുടങ്ങിയ പിന്നെ, ഷോപ്പൊക്കെ തുടങ്ങിയ പിന്നെ എനിക്ക് കറക്റ്റ് അറിയാം, അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. പിന്നെ സ്റ്റഫ് നല്ലത് വരുമ്പോൾ അതിൻ്റേതായൊരു ഇതുണ്ട്, മതി. ഇതത് വേറെ, അതെല്ലാം ഒരേ മോഡലാണ്, അപ്പോൾ പിന്നെ ഇതും കൂടെ കാണിക്കേണ്ട കാര്യമില്ലല്ലോ. ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. നമ്മൾ വീണ്ടും പുതിയ കളക്ഷൻസുമായിട്ട്, വീണ്ടും പുതിയ വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.